എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസസ് ജാവ ലാംഗ്വേജ്? വിച്ച് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസസ് ജാവ ലാംഗ്വേജ്? ജാവ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ജനറേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ് ജാവ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇനി ഓരോ ജനറേഷൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വാക്വം ട്യൂബ്സ് ആണ് സർക്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. വാക്വം ട്യൂബ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ആണ്. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് സീറോസ് ആൻഡ് വൺസ്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ആണ്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ബൈ IBM 701 ആണ്. ഓക്കെ. ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്: യൂണിവാക്, ENIAC, EDVAC, EDSAC, IBM 701. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. ട്രാൻസിസ്റ്റേഴ്സ് ഈ വാക്വം ട്യൂബിന് പകരം വന്നു. ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെൻറ്റ് ചെയ്തത് ജോൺ ബർദീനും വാൾട്ടർ ബ്രാറ്റൈൻ ആൻഡ് വില്യം ഷോക്ലി 1947. ട്രാൻസിസ്റ്റർ ഈസ് നോൺ ആസ് വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ്. വണ്ടർ ചൈൽഡ് ഓഫ് ഇലക്ട്രോണിക്സ് എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഫസ്റ്റ് കമ്പ്യൂട്ടർ മെയ്ഡ് ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച കമ്പ്യൂട്ടർ ട്രാഡിയാക് ആണ്. PSC ആൻസർ പ്രകാരം IBM 1401. ബൈനറി ലാംഗ്വേജ് ടു സിംബോളിക് അവർ അസംബ്ലി ലാംഗ്വേജ്. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിമ്പിൾസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് ന്യൂമോണിക്സ് ആണ്. ഓക്കെ, അതായത് അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾസ് ആണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ IBM 7000, IBM 1401. പിന്നെ IBM 1401 തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. IC ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബിയും റോബർട്ട് നോയ്സും ആണ് 1958. IC ചിപ്പ് സിലിക്കൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ICൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് കമ്പ്യൂട്ടർ സ്മോളർ സൈസിലേക്ക് വന്നത്. ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് നോക്കാം. മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത്. മൈക്രോ പ്രോസസ്സറിൽ തൗസൻഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഒരു സിംഗിൾ ചിപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് പറയുന്നത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റഡ് ബൈ ടെഡ് ഹോഫ് ആൻഡ് സ്റ്റാൻലി മേസർ. അതായത് മൈക്രോ പ്രോസസ്സർ ഇൻവെൻറ്റ് ചെയ്തത് ടെഡ് ഹോഫും സ്റ്റാൻലി മേസറും ആണ്. അപ്പോൾ ഇത് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത് മസതോഷി ഷിമയാണ്. ഫെഡറിക്കോ ഫാഗിൻ 1971 കണ്ടുപിടിച്ചിട്ടുള്ളത്, ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ ഇൻറ്റൽ 4004 ആണ്. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ റെവല്യൂഷൻ ആണ് ഫോർത്ത് ജനറേഷനിൽ വന്നിട്ടുള്ളത്. കമ്പ്യൂട്ടേഴ്സ് ഓഫ് ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിലിക്കൺ IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് റോബർട്ട് നോയ്സ് ആണ്. ജർമ്മനിയം IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബി. സിലിക്കൺ IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് റോബർട്ട് നോയ്സും ജർമ്മനിയം IC ചിപ്പ് ഇൻവെൻറ്റ് ചെയ്തത് ജാക്ക് കിൽബിയുമാണ്. ഇനി ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ULC ആണ് ഇവിടെ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സർ, അതായത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ഗെയിമിങ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, നാച്ചുറൽ ലാംഗ്വേജസ്, ന്യൂറൽ നെറ്റ്വർക്ക്, റോബോട്ടിക്സ്, ഈ ഒരു മേഖലയിലാണ് ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റംസ് ടു മേക്ക് ഡിസിഷൻസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എക്സ്പേർട്ട് സിസ്റ്റംസിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ഫിഫ്ത്ത് ജനറേഷനിലാണ് വന്നിട്ടുള്ളത്. വിച്ച് ഈസ് നോട്ട് എ പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസിൽ താഴെ തന്നിട്ടുള്ളത് ഇൻപുട്ട് ഡിവൈസാണ്, അതിൽ പോയിൻറ്റിംഗ് ഡിവൈസ് അല്ലാത്തത് ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി പഞ്ച് കാർഡ് റീഡർ ആണ്. പഞ്ച് കാർഡ് റീഡർ. ഓക്കെ. ഇനി മൗസ് നോക്കാം. മൗസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള പോയിന്റിംഗ് ഡിവൈസ് ആണ്. It is very famous cursor control device having a small palm-sized box with a round ball at its base, which senses the movement of the mouse and sends corresponding signals to the CPU when the mouse buttons are pressed. അതായത് നമുക്ക് അറിയാം, മൗസിനെ കുറിച്ച് അറിയാം. മൗസിൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് സ്ക്രീനിൻ്റെ ആ ഒരു കേഴ്സറിൻ്റെ കൺട്രോൾ വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് അതിൽ മൗസിൽ വെച്ചിട്ടുള്ള ആ ഒരു ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ്. Generally, it has two buttons called left and right button and a wheel is present between the buttons. അപ്പോൾ 2 ബട്ടൺസ് ആണ് വരുന്നത്, ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. അതിൻ്റെ ഇടയിലായിട്ട് എന്തുണ്ട്, ഒരു വീലുണ്ട്. A mouse can be used to control the position of the cursor on the screen, but it cannot be used to enter text into computer. അതായത് നമുക്ക് ആ കേഴ്സറിൻ്റെ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇതും കേഴ്സർ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോണിറ്റർ സ്ക്രീനിലെ കേഴ്സർ പൊസിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക്കും ഉപയോഗിക്കുന്നത്. ഇതൊരു സ്റ്റിക്കാണ്. ഒരു സ്ഫെറിക്കൽ ബോൾ ലോവറിലും പിന്നെ അപ്പർ എൻഡ്സിലും വരുന്ന രീതിയിലാണ് വരുന്നത്. ലോവർ സ്ഫെറിക്കൽ ബോൾസ് മൂവ് in a socket. A joystick can be moved in all 4 directions. 4 ഡയറക്ഷൻസിലേക്കും തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ജോയ്സ്റ്റിക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഫോട്ടോ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലും പ്ലേയിങ് ഗെയിംസ് കളിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് പെൻ എന്ന് പറയുമ്പോൾ ഒരു പെന്നിനെ പോലെ സിമിലർ ആയിട്ടുള്ള പോയിന്റിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡിസ്പ്ലേഡ് മെനു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഡിസ്പ്ലേഡ് മെനു ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മോണിറ്റർ സ്ക്രീനിൽ പിക്ചേഴ്സ് വരയ്ക്കാനുമാണ് ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഫോട്ടോ സെല്ലും ഒപ്റ്റിക്കൽ സിസ്റ്റവും ഒരു സ്മോൾ ട്യൂബിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിപ്പ് ഓഫ് ദ ലൈറ്റ് പെന്ന് ഈ ഒരു മോണിറ്റർ സ്ക്രീനിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പെൻ ബട്ടൺ പ്രസ്ഡ് അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ സെൻസിങ് എലമെൻ്റ് ഉണ്ട്. അതാണ് സ്ക്രീൻ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് സിഗ്നൽ CPU സെൻഡ് ചെയ്യുന്നത്. ഓക്കെ. Trackball is an input device that is mostly used in notebook or laptop computer instead of mouse. മൗസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാക്ക് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹാഫ് ഇൻസേർട്ടഡ് ബോളാണ്. അത് ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ബോൾ മൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് പോയിൻ്റർ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ മൊത്തം ഈ ഒരു ഡിവൈസ് മൂവ് ചെയ്യേണ്ടാത്തത് കൊണ്ട് ഈ മൗസിനേക്കാളും കുറഞ്ഞ സ്പേസ് ട്രാക്ക് ബോർഡിൽ മതി. ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡാഷ് ഇസ് എ പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ലൈക്ക് ലാപ്ടോപ്പ്. ഏതാണ്? ടച്ച് പാഡാണ്. നമ്മൾ ഈ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആയ ലാപ്ടോപ്സിൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ആണ് ടച്ച് പാഡ്. ഡാഷ് ഇസ് എ പോയിന്റിംഗ് ഡിവൈസ് സിമിലർ ടു എ പെൻ. അപ്പോൾ ഒരു പെന്ന് പോലെ സിമിലർ ആയിട്ടുള്ള പോയിന്റിംഗ് ഡിവൈസ് ഏതാണ്? ലൈറ്റ് പെന്നാണ്. റെസൊല്യൂഷൻ ഓഫ് മോണിറ്റർ ഈസ് മെഷേർഡ് ഇൻ. ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ മെഷർ ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി PPI ആണ്. ഓക്കെ. വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സൈസ്, റെസൊല്യൂഷൻ, പിക്സൽ പിച്ച്, റെസ്പോൺസ് ടൈം തുടങ്ങിയവ. വീഡിയോ ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മോണിറ്ററിൻ്റെ സൈസ് മെഷർ ചെയ്യുന്നത് ഇഞ്ചസിലാണ്. ഓക്കെ, ഇഞ്ചസിലാണ്. The maximum number of pixels that can displayed horizontally and vertically is called monitor's resolution. മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതിനെയാണ് മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിക്സൽസ് ടു ചേഞ്ച് ദ സ്ക്രീൻ ഈസ് നോൺ ആസ് ഡോട്ട് പിച്ച്. ഡോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിക്സൽ ടു
change the screen, change on the screen. Okay, a screen with a similar a screen with a smaller dot pitch provides sharper images. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ചോദിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PDF നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, എല്ലാ പോയിന്റുകളും നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അതായത് സ്മോളർ ഡോട്ട് പിച്ച് ഉള്ള ഒരു സ്ക്രീന് ഷാർപ്പർ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, the time it takes for a pixel to change from bright state to non-bright state and back to a bright state is called response time. Response time എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു പിക്സലിന് ബ്രൈറ്റ് സ്റ്റേറ്റിൽ നിന്നും നോൺ ബ്രൈറ്റ് സ്റ്റേറ്റിലേക്ക് ബാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയത്തിനെയാണ് എന്ത് പറയുന്നത്, റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. മോണിറ്റേഴ്സ് വിത്ത് ലോവർ റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ്. അതായത് ഈ റെസ്പോൺസ് ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡാഷ് ഓഫ് എ മോണിറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത് capability of sensor to observe the smallest object clearly. Answer option C ആണ് resolution. Output resolution of a printer is measured in. Answer option D, DPI. Okay. Which component of PC maintains time and date? Time and date maintain ചെയ്യുന്ന component ഏതാണ്? Answer option A ആണ്. ഏതാ? CMOS മെമ്മറി. CMOS മെമ്മറിയാണ് എന്ത് കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ PC-ൻ്റെ ടൈമും ഡേറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, RAM ഈസ് എ മെമ്മറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? RAM എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? RAM ഈസ് എ മെമ്മറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 1ഉം 2ഉം ആണ് ട്രൂ ആയിട്ടുള്ളത്. പ്രൈമറി മെമ്മറിയാണ്, വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, പ്രൈമറി മെമ്മറി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ഇതിന് പറയുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് മെയിൻ മെമ്മറി എന്നാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന പ്രൈമറി മെമ്മറിയാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് ഡാറ്റയും പ്രോഗ്രാംസും സ്റ്റോർ ചെയ്യാനും, അതായത് ഡാറ്റ, പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി മെമ്മറി ഉപയോഗിക്കുന്നത്. ഇത് സെമി കണ്ടക്ടർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പൊതുവെ അറിയപ്പെടുന്നത് സെമി കണ്ടക്ടർ മെമ്മറി എന്നാണ്. പ്രൈമറി മെമ്മറി 2 തരത്തിലാണ് വരുന്നത്, റാമും റോമും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറയുമ്പോൾ പവർ സപ്ലൈ ഉള്ളപ്പോൾ മാത്രം സ്റ്റോർ ചെയ്യുന്നതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ സപ്ലൈ ഫെയിൽ ആവുകയോ ഇൻറ്ററപ്റ്റ് ആവുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും ഇൻഫർമേഷനും ഇതിലുള്ള മെമ്മറിയിലുള്ള എല്ലാ ഡാറ്റയും ഇൻഫർമേഷനും ലോസ്റ്റ് ആവും, നഷ്ടപ്പെടും. റാം എന്ന് പറയുമ്പോൾ റാം ഈസ് യൂസ്ഡ് ഫോർ ബൂട്ടിംഗ് അപ്പ് ഓർ സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. അതായത് റാം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടറിന് ബൂട്ടിങ്ങിന് വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെമ്പററി പ്രോഗ്രാംസും ഡാറ്റയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി റീഡ് ഓൺലി മെമ്മറി റോം എന്ന് പറയുമ്പോൾ ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇതിൽ പവർ സപ്ലൈ ഇല്ലാത്തപ്പോഴും ഫെയിൽ ആകുമ്പോഴൊക്കെ ഇതിൽ വരുന്ന ഡാറ്റ അങ്ങനെ തന്നെ ഉണ്ടാവും, അവിടെ ഡാറ്റയ്ക്ക് ലോസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, റോം ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. അതായത് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റീഡ് ഓൺലി മെമ്മറിയാണ്. നമുക്കിതിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡാറ്റ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അതിനെ പറയുന്ന മറ്റു പേര് പ്രൈം മെമ്മറി, മെയിൻ മെമ്മറി, ഇൻറ്റേർണൽ മെമ്മറി എന്നൊക്കെയാണ് മെമ്മറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രൈമറി മെമ്മറിയാണ് നമുക്ക് CPU-യിലേക്ക് ഡയറക്റ്റായിട്ട് ആക്സസിബിൾ ആയിട്ടുള്ളത് പ്രൈമറി സ്റ്റോറേജ് ആണ്. അപ്പോൾ അത് റാമും റോമും ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൽ CPU റാമിൽ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീഡ് ചെയ്യുകയും വേണ്ടപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓൾ ഡാറ്റ
ആക്റ്റീവ്ലി ഓപ്പറേറ്റഡ് ഓൺ ഓർ ആർ ഓൾസോ സേവ്ഡ് ഇൻ എ യൂണിഫോം മാനർ. ഒരു യൂണിഫോം മാനറിലാണ് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, among the following which one is the smallest memory ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി രജിസ്റ്റർ ആണ്. രജിസ്റ്റർ കഴിഞ്ഞാൽ ക്യാഷ് മെമ്മറിയാണ് സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, മെമ്മറി യൂണിറ്റ്. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുമ്പോൾ ഇതൊരു ഹ്യൂമൻ ബ്രെയിന് പോലെ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റ് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഇൻസ്ട്രക്ഷൻസും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട് ആവാം, ഔട്ട്പുട്ട് ആവാം, ഓക്കെ, ഏത് വേണമെങ്കിലും ആവാം. മെമ്മറി എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് വരുന്നത്: പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ക്യാഷ് മെമ്മറി. ഓക്കെ, പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ ഇത് അറിയപ്പെടുന്ന മെയിൻ മെമ്മറി എന്നാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സെമി കണ്ടക്ടർ മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇനി റോം മെമ്മറീൻ്റെ ടൈപ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് ഇത് നമുക്ക് ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മോഡിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. EEPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അത് പ്രോമിൻ്റെ എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിൽ കണ്ടൻറ്റ് നമുക്ക് അൾട്രാവയലറ്റ് റേസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇറേസ് ചെയ്യാൻ പറ്റും. ഈ EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് ഇവിടെ എഴുതിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാനും പറ്റും. ഓക്കെ, സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റു പേരാണ് ഓക്സിലറി മെമ്മറി, ബാക്കപ്പ് മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. ഇത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ, ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡറി മെമ്മറി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ പെർമനൻ്റ് ആണ്. അപ്പോൾ ഇത് സെക്കൻഡറി മെമ്മറി പ്രൈമറി മെമ്മറിനേക്കാളും സ്ലോ ആണ്. പിന്നെ അതുപോലെ CPU-ന് ഡയറക്റ്റായിട്ട് ഈ സെക്കൻഡറി മെമ്മറിയിലുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ അതായത് ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഡാറ്റ മെയിൻ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമാണ് CPU-ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറിയുന്നത്, ഇറ്റ് ഈസ് എ ലോ മെമ്മറി ബട്ട് റീയൂസബിൾ. സ്ലോ ആയിട്ടുള്ള മെമ്മറിയാണ്, പക്ഷെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റും. നോൺ വോളറ്റൈൽ ആണ്. പിന്നെ പ്രൈമറി മെമ്മറിനേക്കാളും ചീപ്പറാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ലാർജ് ആണ്. പിന്നെ ഈ സെക്കൻഡറി മെമ്മറി ഇല്ലാതെ സിസ്റ്റത്തിന് റൺ ചെയ്യാൻ പറ്റും. അതായത് പവർ ഓഫ് ആക്കുമ്പോൾ ഇതിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പെർമനൻ്റ് ആയിട്ടുണ്ടാവും. ഈ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി, മാഗ്നറ്റിക് ടൈപ്സ്, മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, CD, DVD. ഓക്കെ, ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ ഇത് ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അതുപോലെ തന്നെ ഈ CPU-നെ ഫാസ്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ബിറ്റ്വീൻ ദ CPU ആൻഡ് ദ മെയിൻ മെമ്മറി ഇറ്റ് സെർവ്സ് ആസ് എ ബഫർ, അതായത് CPU-ൻ്റെയും മെയിൻ മെമ്മറിൻ്റെയും ഇടയിൽ ഒരു ബഫറായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ദ CPU യൂസസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഇത് ഹാർഡ്വെയർ ആണ്. അതായത് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ആണ്. മറ്റേത് അതായത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് റാമും റോമും ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്, സോഫ്റ്റ്വെയർ ആയിട്ടാണ്. ഓക്കെ, റാമും റോമൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്കത് സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഹാർഡ്വെയർ ആണ്. അതായത് ഇതിൽ ഈ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ അത് ഡിജിറ്റൽ ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, ഇത് നമുക്ക് ഷോർട്ട് ടേം ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ ലോങ് ടേം ആയിട്ടോ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോറേജ് മീഡിയ അല്ലെങ്കിൽ സ്റ്റോറേജ് മീഡിയം എന്നറിയപ്പെടുന്നത് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് പ്രൈം മെമ്മറിയാണ്, മെയിൻ മെമ്മറിയാണ്, ഇൻറ്റേർണൽ മെമ്മറിയാണ്. ഓക്കെ, അത് മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് CPU-ന് ഡയറക്റ്റ് ആക്സസിബിൾ ഉണ്ട്, റാമും റോമും. CPU continuously reads instructions saved in the primary storage and executes them as required.
All data actively operated on are also saved there in a uniform manner. Okay. അപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പ്രൈമറി മെമ്മറി ആണെങ്കിലും സെക്കൻഡറി മെമ്മറി ആണെങ്കിലും സോഫ്റ്റ്വെയർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൽ സ്റ്റോർ ചെയ്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമുകളെ നമുക്ക് ഫേംവെയർ എന്ന് പറയാം. ഓക്കെ, ഫേംവെയർ എന്ന് പറയാം. അപ്പോൾ അത് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഹാർഡ്വെയർ ആണ് സത്യം പറഞ്ഞാൽ റാം, റോം ഇതൊക്കെ. അതായത് റാം, റോം, സെക്കൻഡറി മെമ്മറി ഒക്കെ ഹാർഡ്വെയർ ഡിവൈസസ് ആണ്. ഇതിൽ ഷോർട്ട് ടേം ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റാമും റോമും ആണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ അത് ലോങ് ടേം ആണ്. ഓക്കെ, ഇൻ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ മെമ്മറി, ഓക്സിലറി മെമ്മറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൈമറി സ്റ്റോറേജ് പോലെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സുമാണ്. ഇനി ടേർഷറി സ്റ്റോറേജ് ഉണ്ട്. ടേർഷറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ടേർഷറി മെമ്മറി എന്നറിയപ്പെടുന്നുണ്ട്. ഇത് സെക്കൻഡറി മെമ്മറീൻ്റെ അടുത്ത താഴത്തെ ലെവലിലുള്ള മെമ്മറിയാണ് ടേർഷറി സ്റ്റോറേജ്. ഇത് റെയർലി ആക്സസിങ് ആയിട്ടുള്ള ഡാറ്റ ആർക്കൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേർഷറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡറി സ്റ്റോറേജിനേക്കാളും സ്ലോയർ ആണ്. പിന്നെ ടെർഷറി സ്റ്റോറേജ് അതായത് പ്രൈമറിലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ലാർജ് ഡാറ്റ സ്റ്റോറേജ്, ടേപ്പ് ലൈബ്രറീസ്, ഒപ്റ്റിക്കൽ ജൂക്ക് ബോക്സ് ഇതൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെർഷറി സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേര് നിയർ ലൈൻ സ്റ്റോറേജ് എന്നാണ്. മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് കാർഡ്, CD അല്ലെങ്കിൽ DVD എന്ന് പറയുന്നതൊക്കെ എക്സാമ്പിളാണ്. ഇനി ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഇത് ഡിജിറ്റൽ സ്റ്റോറേജ് ആണ്. അത് കമ്പ്യൂട്ടർ ഈ CPU-ൻ്റെ കൺട്രോളിൽ വരുന്നതല്ല. ഓക്കെ, സെക്കൻഡറി അല്ലെങ്കിൽ ടെർഷറി സ്റ്റോറേജ് ഡിവൈസായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫിസിക്കലി റിമൂവ് ചെയ്യാൻ പറ്റും, ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ടു ആക്സസ് ഇറ്റ് അഗെയിൻ യു മസ്റ്റ് ഇൻസേർട്ട് ഓർ കണക്ട് ഇറ്റ് ടു യുവർ കമ്പ്യൂട്ടർ. അതായത് സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടോ ടെർഷറി സ്റ്റോറേജ് ആയിട്ടോ ഉപയോഗിക്കുന്നതാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അറ്റാച്ച് ചെയ്യാം, ഇല്ലാത്തപ്പോൾ ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, ഓഫ്ലൈൻ സ്റ്റോറേജ് ഡിവൈസസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് ലോങ് ടേം ഡാറ്റ സ്റ്റോറേജ്. ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും ലോങ് ടേം ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെയാണ് ഓഫ്ലൈൻ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, CD, DVD ആണ്. അടുത്തായിട്ട് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ്. ഇപ്പോൾ നമ്മൾ നോക്കി 4 തരത്തിലാണ് കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് വരുന്നത്: പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ഓഫ്ലൈൻ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം: ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സ്റ്റോറേജ് ഡിവൈസസ് ഓഫ് കമ്പ്യൂട്ടർ. എക്സ്റ്റേർണൽ സ്റ്റോറേജ് ഡിവൈസ് അറിയപ്പെടുന്നത് പോർട്ടബിൾ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസസ് എന്നാണ്. നമുക്ക് ഈ മെറ്റീരിയലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഡിവൈസസിന് തരംതിരിക്കാൻ പറ്റുന്നത് സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ്, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് എന്ന് 3ആയിട്ട് തരംതിരിക്കാം. സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടർ മെമ്മറി മേക്സ് യൂസ് ഓഫ് സെമി കണ്ടക്ടർ ബേസ്ഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ് ടു സേവ് ഡാറ്റ ആൻഡ് ബോത്ത് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈൽ ഫോംസ് ഓഫ് സെമി കണ്ടക്ടർ മെമ്മറി എക്സിസ്റ്റ്. അതായത് നമുക്ക് വോളറ്റൈലായിട്ടോ നോൺ വോളറ്റൈലായിട്ടോ നമുക്കിവിടെ ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ SSD, ഫ്ലാഷ് മെമ്മറി. ഓക്കെ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓൺ എ മാഗ്നറ്റിക്കലി കോട്ടഡ് സർഫേസ് ടു കണ്ടെയ്ൻ ഡാറ്റ. നോൺ വോളറ്റൈൽ ആണ്. എക്സാമ്പിൾ ഓഫ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, മാഗ്നറ്റിക് ടേപ്പ്, മാഗ്നറ്റിക് സ്ട്രിപ്പാണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടർ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ they save data in deformities on the surface of a circular disk. To access the data on an optical disk drive, computers illuminate its surface with a laser diode and observe
the reflection. Optical disk storage is non-volatile. Example CD, CD-ROM, DVD, Blu-ray. താഴെ തന്നിട്ടുള്ളതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CD-ROM ആണ്. CD-ROM. ഓക്കെ. Mails that are sent with malicious intent to get you into trouble are called. Mails that are sent with malicious intent to get you into trouble are called. Answer option D, spam ആണ്. ഓക്കെ. Different types of antivirus protection. Malware signature antivirus. Malwares or malicious software installs viruses and spyware on your computer or device without your knowledge. നമ്മളെ നോളജ് ഇല്ലാതെയാണ് ഈ സ്പൈവെയർ അല്ലെങ്കിൽ വൈറസ് ഇൻസ്റ്റാൾ ആവുന്നത്. മാൽവെയർ ക്യാൻ സ്റ്റീൽ യുവർ ലോഗിൻ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാം. യൂസ് യുവർ കമ്പ്യൂട്ടർ ടു സെൻഡ് സ്പാം സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. ക്രാഷ് യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആൻഡ് എസെൻഷ്യലി ഗിവ് സൈബർ criminals access to your devices and the information stored on them, and even the ability to monitor and control your online activities. Spam എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് unwanted email. ഓക്കെ. വിച്ച് ഈസ് നോട്ട് എ സോഫ്റ്റ്വെയർ. താഴെ തന്നിട്ടുള്ളതിൽ സോഫ്റ്റ്വെയർ അത് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത്. വിച്ച് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസർ. ഓക്കെ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആണ്. സ്പെസിഫിക് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ട് കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് വരുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് നീഡ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്വെയറിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രൊവൈഡ്സ് പ്ലാറ്റ്ഫോം ഫോർ ആപ്ലിക്കേഷൻസ് ടു റൺ ഓൺ ടോപ്പ് ഓഫ്. അതായത് ഇവിടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ സിസ്റ്റത്തിലെ എല്ലാ ഹാർഡ്വെയറിനെയും ഒരുമിച്ച് കൊണ്ടുപോയി അതായത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരും, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് വരും. ഓക്കെ. വിച്ച് കീ ഓൺ വിൻഡോസ് കീബോർഡ് സെറ്റ്സ് to full screen mode in most browsers? Which key on Windows keyboard sets to full screen mode in most browsers? Answer option B ആണ്. ഏതാ? F11 ആണ്. F11. ഓക്കെ. നമ്മുടെ കീബോർഡിൽ 12 ഫങ്ഷൻ കീസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഫങ്ഷനും ഒരു യുണീക്ക് ആയിട്ടുള്ള മീനിങ്ങും അതുപോലെ തന്നെ സ്പെസിഫിക് പർപ്പസും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് F1 എന്ന് പറയുമ്പോൾ ഓപ്പൺ ദ ഹെൽപ്പ് സ്ക്രീൻ പ്രസ് F1 ഇൻ ദ റെഗുലർ ഡോക്യുമെൻറ്റ് വിൻഡോ. ഫോർ എക്സാമ്പിൾ ടു ഓപ്പൺ വേർഡ് ഹെൽപ്പിന് വേണ്ടിയിട്ടും F1 ഉപയോഗിക്കുന്നുണ്ട്. F2 ടു റീനെയിം എ സെലക്റ്റഡ് ഫയൽ ഓർ ഫോൾഡർ. പ്ലേസ് യുവർ ഇൻസേർഷൻ പോയിന്റ് വേർ യു would like to move the item and then hit enter. Okay. Control plus F2. Open the print window where you can preview and print your document. Alt plus Shift plus F2. Save your document. If you haven't saved your document previously, it opens the Save As window. Alt plus Control plus F2. Pop up the open window so you can open a document. F3 എന്ന് പറയുമ്പോൾ in Microsoft Word, the F3 key used in conjunction with the Shift key can alter capitalization for an entire document. It has the ability to capitalize the entire text as well as change all uppercase letters to lowercase. It can also capitalize just the first letter of every word. F4, repeat your last action. Alt plus F4, quit the Word program. F5, open Go To tab on the Find and Replace window. Control plus Shift plus F5, open the bookmark window so you can edit bookmarks.
to reload the page or document window. F6. Move the cursor to the address bar in internet browsers. Go to the next frame in your Word window. You can use this to navigate the window without using your mouse. Shift plus F6. Go to the previous pane or frame. F7. Open the editor. Start a spelling and grammar check. Shift plus F7. Open the thesaurus. F8. Enter word selection mode and expand a selection. For boot menu when turning on the computer. F9 refreshes a document in Microsoft Word. Ctrl plus F9 insert new empty field braces. F10 show key tips. Pressing this combo reveals single letter shortcuts you can use to access Word's menu commands. Shift plus F10 display a context menu. This works just like right clicking. Control plus F10 maximize document window. F11 F12 enters and exits full screen mode in internet browsers. Open the save as window. Shift plus F12 save your document. Okay. Control plus F2 എന്ന് പറയുമ്പോൾ open the open window. Control plus shift plus F12 open the print window. Open a document. Control plus O create a new document. Control plus N save the document. Control plus S close the document. Control plus W cut the selected content to the clipboard. Control plus X copy the selected content to the clipboard. Control plus C paste the contents of the selected of the clipboard. Control plus V select all document content. Control plus A apply bold formatting to text. Control plus B apply italics formatting to text. Control plus I apply underline formatting to text. Control plus U center the text. Control plus E align the text to the left. Control plus L align the text to right. Control plus R cancel a command. Escape undo the previous action. Control plus Z split the document window. Control plus Alt plus S. Okay. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.